രാഷ്ട്രീയക്കാരെ നമ്മളെ ഉദ്യോഗസ്ഥ ലോബിയും നമ്മളെ പിച്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. 3 ഹവറുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലാഗുണ്ട്, അത്രേ ഉള്ളൂ. ഇന്നത്തെ കുബേരൻ നാളത്തെ പിച്ചക്കാരനാണ്. നല്ല പടം നല്ലതാ ബ്രോ. ഇഷ്ടം. ഇതിലെ മലയാളം ക്യാരക്ടർ കേളു ചെയ്ത ഇദ്ദേഹമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പടം, എല്ലാവരും കാണാതെ ആയിരുന്നു. ധനുഷ് സാറിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ ശ്രീകർ സാറിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അതുപോലെ ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അജിത്ത് എന്ന് പറഞ്ഞൊരു മലയാളി ധനുഷ് സാറിൻ്റെ ഒപ്പം സ്ക്രീനിൽ ഉണ്ടായിരുന്നു. എല്ലാം ഓവറോൾ തമൻ ചേട്ടൻ്റെ മ്യൂസിക്കൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറയേണ്ട കാര്യം വിഷയം ഒക്കെ ഒരു പ്രധാന വിഷയം തന്നെ ഈ സിനിമ പറയണുണ്ട്. താങ്ക് യു. കുഴപ്പമില്ല, കണ്ടിരിക്കുക. തിയേറ്റർ വാശികളാണെന്ന് വെച്ചാൽ ധനുഷിൻ്റെ മൂവിയാണ്. ധനുഷ് ഒരു കന്നഡ പടമാണെങ്കിലും ധനുഷാണ് പടത്തിൽ പെർഫോമൻസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതി നോക്കിയാൽ തിയേറ്റർ വാശികളാണ്. നാഗാർജുനയും രശ്മികയെല്ലാം കൊള്ളാം. നാഗാർജുന ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദേവി ശ്രീപ്രസാദിൻ്റെ മ്യൂസിക്. ടോട്ടലി പറഞ്ഞൊരു 3 ഹവറുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലാഗുണ്ട്, അത്രേ ഉള്ളൂ. പടം ചെയ്യുന്ന ഒരു ധനുഷിൻ്റെ ഒരു അഭിനയം നന്നായിട്ടുണ്ട്. വളരെ നാളേക്ക് ശേഷം നമ്മുടെ നാഗാർജുന വളരെ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ഒരുപാട് ബുദ്ധിമുട്ടി പിടിച്ചൊരു പടമാണ്. കാരണം ഒരുപാട് പൈസ മുടക്കിയിട്ട് പിടിച്ചേക്കുന്നതാണ്. അതിനകത്തൊരു ഒരു മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുബേരൻ നാളത്തെ പിച്ചക്കാരനാണ്, നാളത്തെ പിച്ചക്കാരൻ ഇന്നത്തെ കുബേരനാണ്. ഇതൊക്കെയാണ് ഇതിനകത്തിലൂടെ വരുന്നത്. കാരണം ദൈവം എന്ന് പറയുന്ന ഒരാൾ, ദൈവത്തിൻ്റെ ഒരു കളികളാണ്. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുബേരനാക്കാനും പറ്റും, പിച്ചക്കാരനാക്കാനും പറ്റും. അതാണ് ഇതിലൂടെ കളക്കുന്ന മെസ്സേജ് എന്ന് പറയാനായിട്ട്. ധനുഷ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നാഗാർജുനയുടെ പ്രകടനങ്ങൾ കഥാപാത്രങ്ങളെല്ലാം വളരെ കുറച്ചുള്ളെങ്കിലും വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി എടുത്തേക്കുന്നതാണ്. ഒരു മാസം പടമാണ്, ഒരുപാട് പൈസ ചിലവാക്കി പിടിച്ചേക്കുന്ന പടമാണ്. ശരി. രാഷ്ട്രീയക്കാരെ നമ്മളെ ഉദ്യോഗസ്ഥ ലോബിയും നമ്മളെ പിച്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെയും ഈ പറയുന്ന നിങ്ങളെ എല്ലാവരെയും പിച്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിയും ബാധിക്കുന്നതുകൊണ്ട് ഈ പടം സെൻസർ ബോർഡിങ്ങുള്ള തടസ്സപ്പെടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കുക, പിച്ചക്കാരിൽ നിന്ന് തന്നെ ഒരു ദൈവത്തെ സൃഷ്ടിക്കുക. അദ്ദേഹമാണ് നമുക്ക് പിച്ചക്കാരൻ്റെ ഒരു ദൈവമായിട്ട് വരികയാണ്. കാരണം ഇവർ പിച്ചക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം അമ്പലങ്ങൾ, പള്ളികൾ, റോഡിലൊക്കെ തെരുവിലൊക്കെ തെണ്ടുന്ന ഒരു സമൂഹം തന്നെയുണ്ട്. കാരണം നാളെ നമ്മളും തെണ്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അറിയാലോ, ഇവിടുത്തെ വിലക്കയറ്റം അതുപോലത്തെ നമ്മുടെ നിത്യജീവിതം ഒക്കെ വളരെ ബുദ്ധിമുട്ടിൽ പോകുന്ന സമയത്ത് പിച്ചക്കാരിൽ നിന്നുള്ള ഒരു ദൈവത്തെ സൃഷ്ടിച്ച ധനുഷിന് ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. കാരണം മറ്റു ഡയറക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ സിനിമ ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിയെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. ഇത് വിജയിക്കേണ്ടത് നമ്മളെ പോലുള്ള പിച്ചക്കാരായിട്ടുള്ള നമ്മുടെ ആവശ്യം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, അടിപൊളിയായിരിക്കും.